എന്താ നീ ഒന്ന് പോയി നോക്കിയേ. അത് വല്ല മിന്നാമിനിങ്ങും ആയിരിക്കൂടാ. നീ ഇത് പോടാ. എടോ പോയി നോക്ക്. ഒരു സ്ഥലത്ത് കൊതുക്, ഒരു സ്ഥലത്ത് മിന്നാമിന്നി, ബാക്കിയുള്ളവന് ഉറക്കമില്ല. എൻ്റെ കർത്താവ്. കറണ്ട് വന്നപ്പോ TV ഓണായതാ. ഈ കളിക്കണവന്മാർക്ക് അറിയില്ലോ നമ്മൾ കിടന്ന് ഉറങ്ങണ കാര്യം. ഓ എവിടെ കണ്ടടാ വെറൈറ്റി. ഇതുപോലൊക്കെ നിങ്ങളെ ഗേൾസിൽ ഇതുപോലൊക്കെ മുടി നീട്ടിയിട്ട് ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ? എനിക്കെതിരെ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസ് ഓരോരുത്തോളുമാർ ഇറങ്ങിക്കോളും മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. വരുന്നുണ്ടോ? ആ ടു ടിക്കറ്റ്സ്. ചേട്ടാ ആ പടം കണ്ട് കൊള്ളില്ല. ഹലോ ഹലോ, ജീവാനന്ദ് പറയൂ സർ. വിനയ് ഇപ്പോൾ എവിടെയാ ഉള്ളത്? സർ ഞാനിവിടെ ഗോൾഡ് സൂക്കിൽ ഒരു സിനിമ കാണാൻ വേണ്ടി വന്നു. സർ ഞാൻ ടിക്കറ്റ് എടുത്തു പോയി. സിനിമ കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? അത് നിങ്ങളുടെ താല്പര്യം. അല്ലെങ്കിലും മറ്റൊരാളുടെ പടം കണ്ട് സമയം കളയുന്ന ഒരാളെ എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ പടം മേക്ക് ചെയ്തോളാം. ശരി സർ, ഞാൻ എത്താം. എന്തെങ്കിലും ആവട്ടെ, ഡോണ്ട് വറി. ഞാൻ ഈ തൊട്ടടുത്തുള്ള ഉമാ ലോഡ്ജിലുണ്ട്. പെട്ടെന്ന് വാങ്ങിക്കോട്ടെ. ആ പിന്നെ വിനയ് വരുമ്പോഴേ കഴിക്കാൻ മേടിക്കുന്നതിൻ്റെ കൂടെ ഒരു കുപ്പി റെമ്മും കൂടെ മേടിക്കാൻ മറക്കണ്ട. ഓക്കെ? ശരി. സാധനം ഇപ്പോൾ വരും. സിനിമ നടക്കും തോന്നുന്നില്ല. അതന്നെ, ഈ സിനിമ കൊള്ളൂലേ? അതല്ല, നിന്നോട് ഞാനൊരു ഡയറക്ടർ ജീവാനന്ദനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ വിളിച്ചിരുന്നു. ഡയറക്ടറോ? ഒരു കുപ്പിയായിട്ട് ലോഡ്ജിലേക്കല്ല. കുപ്പിയോ? സിനിമ നമുക്ക് പിന്നെയും കാണാം. ആദ്യം കുപ്പിയുടെ കാര്യം നടക്കട്ടെ. പോവല്ലേ? പോവാ. എന്നാ വാ. സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ ഒരു യഥാർത്ഥ കലാകാരന് കഴിയും. അവൻ്റെ ചിന്തകളിലാളുന്ന കഥകളിലൂടെ, സംഗീതത്തിലൂടെ. അതിനാദ്യം നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയണം, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണം. പറയൂ വിനയ്, അതെങ്ങനെ നമ്മൾ സാധിക്കും? സാറേ, ഇവനൊരു പാവാ സാറേ. കഴിവുണ്ട്, പക്ഷെ നമ്മളൊന്ന് ഉപയോഗിച്ചെടുക്കണം. അതുകൊണ്ട് കട്ടി കുറഞ്ഞ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇവൻ പറഞ്ഞോളും. സാർ പറയൂ സർ. ഞാൻ പറയുന്നത് വിനയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സർ. അബ്രപാളികളിൽ ഒരു നടൻ്റെ പ്രകടനം പല ജനതകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുദാഹരണം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അത് സാറ് പറഞ്ഞ ശരിയാട്ടോ. നമ്മുടെ ചാലമ്പട്ട തോമസ് ചേട്ടനില്ലേ, മോഹൻലാലിന്റെ സ്പിരിറ്റ് സിനിമ ഇറങ്ങിയതിനു ശേഷം കട്ടൻ ചായ ഒഴിച്ചല്ലേ അടി. മലയാളത്തെ വിടൂ. സാറ് മലയാളത്തിലല്ലേ സിനിമ ചെയ്യാൻ പോണേ? മലയാളത്തിൽ എവിടെയാ അഭിനയം? നാട്യമല്ലേ, വെറും നാട്യം. ഈ നാട്യം തന്നെയല്ലേ അഭിനയം? അഭിനയിക്കാൻ അറിയാമെന്ന് ചില വ്യക്തികളുടെ നാട്യമാണ് ഇവിടുത്തെ അഭിനയം. നിങ്ങൾ അമേരിക്കയിലേക്ക് നോക്ക്. റോബർട്ട് ഡിനീറോ 3 പതിറ്റാണ്ട് കാലം വരെ വെള്ളക്കാർ അഭിനയിച്ചത് ആ വലിയ നടന വിസ്മയത്തെ അനുകരിച്ചുകൊണ്ടായിരുന്നു. ആക്യുറെ ഗുറസോവ, ക്വിന്റീൻ ഷൊറന്റീനോ, എത്രയെത്ര സംവിധായകർ, പ്രവാചകർ. ഇവനോ അൽപാച്ചിനോ? ഇവൻ പറയാറുണ്ട്, ഞാനിതുവരെ കുടിച്ചിട്ടില്ല. അത് കപ്പാച്ചിനോ? ഇത് വിശ്വപ്രശസ്തനായ നടൻ ആൽഫ്രഡ് ജെയിന്റെ അപ്പാച്ചനോ ആണ്. കണ്ടിട്ടില്ലേ അപ്പാഗർ? സാറിന് തെറ്റി. ഗോഡ് ഫാദറിലെ അൽപാച്ചിനോ അല്ല, അഞ്ഞൂറാൻ. ഓ ഫൂൾ. ഫുഡ് കഴിച്ചോ നിങ്ങളോ? ഞങ്ങൾക്കിപ്പോൾ വേണ്ട സർ. എന്നാ നമുക്ക് ഫുഡ് പറയാം. എനിക്ക് 3 പൊറോട്ടയും ചിക്കൻ കറി, നിങ്ങൾക്ക് 2 ബിരിയാണി. അപ്പം 110 മൊത്തം ഒരു 350 കൊടുക്ക്. വിനയ് കൊടുക്കൂ.
ആ സാറേ, ഞാനാ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. ആ മറ്റേ ഗോഡ് ഫാദറിലെ അഞ്ഞൂറാനാണ്, അല്ലാണ്ട് സാറ് ഉദ്ദേശിച്ച കപ്പച്ചീനിയല്ല. വിനയ്, ഏതായി വേട്ടാവളിയൻ? സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇവനുമായിട്ടൊക്കെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? കട്ടപ്പന സോഫിയ തിയേറ്ററിലെ 6 പ്രാവശ്യം ഞാൻ ഗോഡ് ഫാദർ ഉണ്ടത്. മുകേഷ്, തിലകൻ, ഇന്നസെന്റ്, മായൻകുട്ടിയായിട്ട് ജഗദീഷ്. ആ എന്റെ അടുത്താണ് അഞ്ഞൂറാനല്ല അവന്റെ ഒരു ചൊട്ട കണ്ണടയും ഗ്രഹിണി പിടിച്ച 2 പിള്ളേരും ഇടിയപ്പത്തലേ. നിന്നോടല്ല പറഞ്ഞത്. നീ ആരോടാ സംസാരിക്കുന്നറിയോ? എന്തെങ്കിലുമൊക്കെ ആകുന്നതിന് മുമ്പ് ഓരോ പാഴിനെയും കൊണ്ട് നടക്കും. ആർക്കാ നഷ്ടം? അവനവനെ. എടാ, ഒരു ഓട്ടോ എടുത്ത് നീ നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടോ, ഞാൻ എത്തിക്കോളാം. ഞാൻ പൊക്കോളാം. ബിനുവേ, ഈ കൂട്ടുകെട്ട് നിന്നെ ചീത്തയാക്കും. ഒരു ഡയറക്ടർ കഞ്ഞി കുടിക്കാൻ വകയില്ല. കഞ്ഞി കുടിക്കാൻ വകയില്ല. ഉണ്ടാവും പറഞ്ഞു കേട്ടോ. അമേരിക്കയിലെ നോക്കാൻ മാകിത്തലയൻ. ഇവനെയൊക്കെ ആ കൂടെ ഉള്ള 2 വിത്ത് വെച്ച് മുളപ്പിച്ചേ തോന്നണേ. എന്റെ അപ്പോ ആ നിർത്ത്. എത്ര 50 രൂപ? 50 രൂപയൊക്കെ കൂടുതലുണ്ടോ? ഹലോ ഹലോ ഹലോ, ഓരോരുത്തന്മാര് ഞെക്കിയേച്ച് ഒളിച്ചിരിക്കും മനുഷ്യനെ പറ്റിക്കാനായിട്ട്. പോയി സ്വിച്ച് ഇല്ലേ? ആഹാ, മേളിലേക്കോ? ആരാദ്യം എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നോടാ കളി ഇല്ല. വാടാ വാടാ. എട്ടോ? ഇത് അവിടുന്ന് പോന്നിരുന്നല്ലോ. ലിഫ്റ്റിനൊക്കെ ഭ്രാന്ത് പിടിച്ചേക്കുക. ഇവിടെ ഞെക്കി അവിടെ തുറക്കും, അവിടെ ഞെക്കി ഇവിടെ തുറക്കും. അഞ്ഞൂറാനെ കയറി അൽപ്പാച്ചീനെന്ന് വിളിച്ച ആ പൊട്ട സംവിധായകന്റെ എല്ലാ സിനിമയും പൊട്ടിപ്പൊളിഞ്ഞു പോണേ തമ്പുരാനെ. ഇവൻ ഇത്ര പെട്ടെന്ന് വന്നോ? മനുഷ്യനൊന്ന് സങ്കടം മാറ്റാനും സമ്മതിക്കൂല.